ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ബ്രെഡ് വേണം. ഇതിൻ്റെ 4 സൈഡ്സും കട്ട് ചെയ്തെടുക്കണം. നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്രയും ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ ചിക്കൻ ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് വേവിച്ചെടുത്ത് ഇതുപോലെ പീസസ് ആക്കി എടുത്തതാണ്. ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ക്യാപ്സിക്കം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ചെറിയ സ്ലൈസസ് ആക്കി കട്ടിയില്ലാതെ കട്ട് ചെയ്തെടുക്കുക. ഇനി അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് പെപ്പർ പൗഡർ കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മയണൈസാണ്. അപ്പോൾ കുറച്ച് മയണൈസും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സും കൂടെ ചേർക്കാം. ഞാനിപ്പോൾ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടില്ല, കുരുമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത്തിരി വെള്ളം ഒരു ബൗളിൽ എടുക്കാം. എന്നിട്ട് ഒരു ബ്രെഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അതിൽ എക്സ്ട്രാ വെള്ളമൊക്കെ ഒന്ന് ഇതുപോലെ കളയാം. ഒന്ന് പ്രസ് ചെയ്തിട്ട് കളഞ്ഞെടുക്കാം. പ്രസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രെഡൊക്കെ പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പം ഞാൻ എക്സ്ട്രാ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ ഫില്ലിംഗ് എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി പതുക്കെ ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് ഒരു ബോൾ ഷേപ്പിലാക്കി എടുക്കുക. ഇതുപോലെ ബാക്കിയുള്ള ബ്രെഡ്സ് വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം. ഇനി വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അത് ഞാനൊരു പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബോൾസും ഇത് വെച്ചിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാ ബോൾസും ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇത് തിരിച്ചും മറിച്ചും വേവിച്ചെടുക്കണം. ഈ സൈഡ് കൂടെ വെന്തതിന് ശേഷം വാങ്ങി വെക്കാം. ഇതുപോലെ ഓരോന്നായി ചുട്ടെടുക്കാം. ചിക്കൻ മയോ ബാൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് വറുത്തെടുക്കുമ്പോൾ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം, കാരണം ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അടുത്തൊരു വീഡിയോ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.